നമസ്കാരം. കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ ഇന്നും ശക്തമായ ഒരു അടിത്തറയുണ്ട്. പക്ഷെ ആ പാർട്ടിയുടെ അടിത്തറയായ പ്രവർത്തകരുടെ വികാരങ്ങളെയും സംഘടനാ പാരമ്പര്യങ്ങളെയും മറികടന്ന് വ്യക്തിപൂജയും സോഷ്യൽ മീഡിയ ഇമേജും മുൻനിരയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അസ്വസ്ഥതകൾ ഉയരും. കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തത് ഒരു വ്യക്തിക്കല്ല, ഒരു രാഷ്ട്രീയ വികാരത്തിനും ഭരണവിരുദ്ധ മനോഭാവത്തിനുമാണ്. പിണറായി വിജയൻ കേന്ദ്രീകരിച്ച അധികാര രാഷ്ട്രീയം, കുടുംബാധിപത്യം, അഹങ്കാരപരമായ സമീപനം എന്നിവയ്ക്കെതിരെയായിരുന്നു വലിയൊരു ജനവിധി രൂപപ്പെട്ടത്. കോൺഗ്രസിന്റെ ശക്തി എപ്പോഴും കൂട്ടായ നേതൃത്വത്തിലായിരുന്നു. ചരിത്രത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഒരു ക്യാപ്റ്റൻ കേന്ദ്രീകരിച്ചല്ല, പല നേതാക്കളുടെയും സംഘടനാ ശക്തിയുടെയും കൂട്ടായ്മയിലൂടെയുമാണ്. അതുകൊണ്ടാണ് വ്യത്യസ്ത ചിന്തകളും വിഭാഗങ്ങളും ഒരേ കൊടിക്കീഴിൽ നിലകൊണ്ടത്. എന്നാൽ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ സോഷ്യൽ മീഡിയ PR വർക്കുകൾ പലപ്പോഴും ഒരു നേതാവിനെ മാത്രം കേന്ദ്രബിന്ദുവാക്കി ഉയർത്താൻ ശ്രമിക്കുന്നു. അതിലൂടെ പാർട്ടി പ്രവർത്തകരുടെ പങ്ക് ചെറുതാകുന്നു എന്നൊരു തോന്നൽ ശക്തമാകുന്നു. ഇടതുപക്ഷത്തിലുണ്ടായ ക്യാപ്റ്റൻ രാഷ്ട്രീയം അതെങ്ങനെ ഒരു ഘട്ടത്തിൽ തിരിച്ചടിയായി മാറിയോ, അതുപോലെ കോൺഗ്രസും വ്യക്തി കേന്ദ്രീകൃത രാഷ്ട്രീയത്തിലേക്ക് നീങ്ങിയാൽ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന ആശങ്ക പല പ്രവർത്തകർക്കുമുണ്ട്. കാരണം പാർട്ടിയുടെ ആത്മാവ് നേതാക്കളിൽ മാത്രമല്ല, അടിത്തട്ടിലെ അണികളിലാണ്. അതേസമയം ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, VD സതീശന് ജനശ്രദ്ധ നേടാൻ കഴിഞ്ഞതും ശക്തമായ പ്രതിപക്ഷ ശബ്ദമാകാൻ കഴിഞ്ഞതും കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായത് അതുകൊണ്ട് മാത്രമാണ്. AK ആന്റണിയും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ അന്നത്തെ പ്രബല വിഭാഗം തടഞ്ഞിട്ടും VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയത് ആരാ? KC വേണുഗോപാലാണ്. ആ VD സതീശന്റെ രാഷ്ട്രീയ ഗുരുവാണ് KC വേണുഗോപാൽ. KC വേണുഗോപാലിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ ഉമ്മൻചാണ്ടിയുടെ ചിത്രമുള്ള ഫ്ലെക്സ് ബോർഡുകൾ വരെ VD സതീശന്റെ അനുകൂലികൾ നശിപ്പിച്ചത് കേരള പൊതുസമൂഹം മാപ്പ് തരാത്ത ഒരു തെറ്റ് തന്നെയാണ്. 5 സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ഏറ്റവും അധികം ദേശീയ നേതാക്കളെ കേരളത്തിലെ പ്രചാരണ പരിപാടികൾക്ക് എത്തിച്ചത് KC വേണുഗോപാലിന്റെ മിടുക്ക് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് വെള്ളവും വളവുമായത് KC വേണുഗോപാലിന്റെ പിന്തുണയാണ്. അതാണ് കേരളത്തിൽ കോൺഗ്രസിനും UDF-നും 102 സീറ്റിന്റെ ജനപിന്തുണ ലഭിച്ചത്, അല്ലാതെ മറ്റൊന്നുമല്ല.